ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ CUT-യുടെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഓൾമോസ്റ്റ് എത്രമാത്രം അവർക്ക് മാർക്ക് കിട്ടും, ഓക്കെ, അഥവാ എത്രമാത്രം ആൻസേഴ്സാണ് അവർ ശരിയാക്കിയത്, അതിൽ അവരുടെ പൊസിഷൻ എന്താണ്, ഓൾമോസ്റ്റ് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സാർ എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, അപ്പോൾ ഈ മാർക്ക് എനിക്ക് കിട്ടുമോ, ഈ വർഷം അഡ്മിഷൻ കിട്ടുമോ, അതോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ, പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യട്ടെ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്മിഷൻ എടുത്ത് തുടങ്ങട്ടെ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ICRലോട്ട് അഡ്മിഷൻ വാങ്ങിക്കണമെങ്കിൽ, ICRലോട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓരോ കാറ്റഗറിയിലുള്ളവരും, ജനറൽ ആവട്ടെ, OBC ആവട്ടെ, EWS ആവട്ടെ, ഇവരെല്ലാവരും നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു മാർക്കിനുള്ളിലെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു കോഴ്സ് ഇന്ത്യയിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞുകൊള്ളാം. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കോഴ്സിനും നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് വേണം, അഥവാ എത്ര റാങ്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ തുടർന്നുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം പ്രചോദിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടെന്ന് കാണുമ്പോഴാണല്ലോ നമുക്കും എന്ത് ചെയ്യുക, തുടർന്നുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. സോ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോട്ട് ഈ വീഡിയോസ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ദാറ്റ് അവർക്കും കൂടെ എന്ത് ചെയ്യുക, ഇത് ബെനിഫിറ്റ് ആകട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഓൾമോസ്റ്റ് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യുന്നത് ഒരു 350ക്കും 450ക്കും ഇടയിലുള്ള കുട്ടികളാണ് എന്ത് ചെയ്യാറ്, കൂടുതലായിട്ടും മെസ്സേജ് ചെയ്യാറ്. സോ അതിനർത്ഥം ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് 350 to 450 ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം, അഥവാ കുട്ടികൾക്ക് മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുക, കട്ട് ഓഫും വരാൻ സാധ്യത ഉള്ളത്. അഗ്രികൾച്ചറുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 450 ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കുറയും കൂടും വരാം. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുക, ഈ വട്ടം നോർമലൈസേഷൻ ഉണ്ട്. സോ നോർമലൈസേഷൻ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്, നമ്മുടെ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 250 to 300 മാർക്ക് ഉണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് 250 to 300 മാർക്കിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും 250 തന്നെ എന്ന് ഞാൻ പറഞ്ഞില്ല, ഇതൊരു റേഞ്ചാണ്, 250 to 300. ഇതിനുള്ളിൽ നിങ്ങളുടെ മാർക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് 300-ന് മുകളിൽ വരെയുള്ള കുട്ടികൾക്ക് ആയിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ 250-ന് മുകളിൽ. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റേഞ്ച് മാത്രമാണ്. അപ്പോൾ ഈ റേഞ്ചിൻ്റെ അകത്ത് വരുന്നവരെന്താണ്, അവർ സേഫാണ്. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു അഡ്മിഷൻ അവർ ആഗ്രഹിക്കുന്ന അഗ്രികൾച്ചർ ഒരിക്കലും ഈ മാർക്കിൽ കിട്ടുമെന്ന് ഞാൻ പറയില്ല കേട്ടോ. അഗ്രികൾച്ചർ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഓൾമോസ്റ്റ് ബാക്കിയുള്ള കോഴ്സുകൾക്ക് എന്തുണ്ട്, ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ OBC ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും ജനറലിൽ നിന്നും CUT അഥവാ ICRൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, പ്രതീക്ഷിക്കേണ്ട. ഓൾമോസ്റ്റ് ഈ റേഞ്ച് 220 to 275 റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. EWSലാണെങ്കിൽ 230 to 270 മാർക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷൻ കിട്ടാറുണ്ട്. അതേപോലെ നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓൾമോസ്റ്റ് കുറച്ച് കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതിയാവും. അതേപോലെ തന്നെ നമ്മളുടെ GPay ചെയ്യേണ്ട ഇത് നമ്പർ, ഗൂഗിൾ പേ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് ലാസ്റ്റ് ഇയറിൽ നമ്മുടെ റിസൾട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ വർഷം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഒട്ടും തന്നെ പാനിക്കാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യം ഞങ്ങൾക്കറിയാം. അപ്പം അതേപോലെ തന്നെ ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റ് സമയത്തിന് നമ്മൾ എന്ത് ചെയ്യുക, അറിയിക്കും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ phase 1 രജിസ്ട്രേഷനാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ അത് എന്ത് ചെയ്യുക, ചെയ്യുക കേട്ടോ. അപ്പോൾ EWSൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, 230 to 270 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. SC STക്കാർക്കാണ് ഇത്തിരി കൂടെ എന്ത് ചെയ്യുന്നത്, ബെനിഫിറ്റ് ഉള്ളത്. സോ SC STയിൽ വരുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ മാർക്ക് കുറവായിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സൈഡ് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യുകയോ വേറെ റിപ്പീറ്റ് ചെയ്യുകയോ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതിന്
അതായത് ജസ്റ്റ് നിങ്ങളൊരു സേഫ് സൈഡ് മാത്രമാണ്. നിങ്ങൾക്ക് കൗൺസിലിംഗ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടപ്പെടുന്നില്ല അഥവാ ആ കോഴ്സ് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ പറഞ്ഞ ഇതിലോട്ട് നിങ്ങളുടെ ഡ്രോപ്പിലോട്ട് അഥവാ റിപ്പീറ്റിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോകാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ സേഫ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. വാട്സാപ്പ് നമ്പർ ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ, അതേപോലെ കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്താൽ തന്നെ ധാരാളം. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇനിയുള്ള ഓരോ നിമിഷവും എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യും, നിങ്ങളുടെ കൂടെ നിന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.